മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ ട്രെഞ്ച് താഴ്ത്തണമെന്നും വന്യമൃഗശല്യം വനാതിർത്തിയിൽ നിന്നും ജനവാസ മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. യുഡിഎഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖല നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം വനാതിർത്തിയിൽ നിന്നും ജനവാസ മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും വനാതിർത്തിയിൽ നിന്നും 50 മീറ്ററുള്ളിൽ ട്രെഞ്ച് താഴ്ത്തണമെന്നും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ കൊടുത്ത പരാതിയിൽ ഒരു പരിഹാരമില്ലാത്ത ആളുകൾ അന്നും വന്ന് കൊടുക്കും പരാതി. അതൊക്കെ ജനങ്ങളുടെ പ്രതീക്ഷയാണിത്. ഒരു പരാതികൾക്ക് പരിഹാരം ഉണ്ടായാൽ ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ എന്നുള്ള ചിന്തയാണ് ജനങ്ങൾക്കുള്ളത്. ഈ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കാരണം എന്താ? ഇതുകൊണ്ടൊന്നും സർക്കാർ നേരെയാകാൻ പോകുന്നില്ല, ചൊവ്വാകാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ ഒരു പരാതിക്കും പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. യുഡിഎഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരാഗ്നി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ തന്നെ നിയമം ആർട്ടിക്കിൾ 12 മുതൽ 15 വരെയുള്ള ഭാഗത്ത് പറയുന്നത് പൌരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. ഈ നിയമങ്ങളെ നിഷേധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. ജനകീയ ആവശ്യങ്ങൾ നേടുന്നതുവരെ സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിരന്തര സമരവുമായി കർഷക കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വം നൽകണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. ട്രെഞ്ച് താഴ്ത്തുക, വന്യമൃഗാക്രമണത്തിൽ മരണപ്പെടുന്നവർക്ക് 20 ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിച്ചവർക്ക് 15 ലക്ഷം രൂപയും പരിക്കേൽക്കുന്നവർക്ക് 10 ലക്ഷം രൂപയും നൽകണമെന്നും കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ നാളുകളിൽ വന്യമൃഗശല്യത്താൽ കൃഷിനാശം സംഭവിച്ചവർക്ക് ഓണത്തിനു മുൻപ് നഷ്ടപരിഹാരം നൽകുവാനും സർക്കാർ തയ്യാറാക്കണമെന്ന് സമരം ആവശ്യപ്പെട്ടു. ആനയുടെ പ്രതീകാത്മക രൂപം വഹിച്ച് പ്രവർത്തകർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. കർഷക കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും യുഡിഎഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള സഹായം എന്നാണ് ചെയ്യുന്നത്. ഇന്ന് അവറാച്ച് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്ത് കോലഞ്ചേരി ആശുപത്രിയ പ്രിയപ്പെട്ട ഡിസിസി പ്രസിഡന്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക, 25,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ചെലവായി. 25,000 രൂപ കൊടുത്ത് തരികപ്പാടാണ് കോലപ്പുറത്തെ എംഎൽഎയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ചേർത്ത് തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി.സി. ജോർജ് സർക്കാരിനെതിരെ കുറ്റപത്രം വായിച്ചു. ഉമ തോമസ് എംഎൽഎ, യുഡിഎഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.ജെ. ജോസഫ്, സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം.എം. അബ്ദുൾ റഹ്മാൻ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എം.പി. ജോസഫ്, വിവിധ കക്ഷി നേതാക്കളായ ജെയിംസ് കോറമ്പേൽ, ബിജു വെട്ടിക്കുഴ, ജലീൽ ആർട്സ്മാൻ, സെബാസ്റ്റ്യൻ അങ്കമാലി, എം.എം. അഷ്റഫ്, ജോണി പുളുന്തടം തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.